സദൃശവാക്യം 18:21 നാം ഇങ്ങനെ വായിക്കുന്നു, ജീവനും മരണവും നമ്മുടെ നാവിന്റെ മേൽ തന്നെ. Death and life are in the power of the tongue, and those who love it will eat its fruit. ജീവനും മരണവും നമ്മുടെ നാവിന്റെ മേൽ തന്നെ. ജീവിതത്തിൽ ഈ പ്രഭാതത്തിൽ നാവിന്റെ മേൽ നിന്ന് ജീവദാതാവായ യേശുവിന്റെ സന്നിധിയിലേക്ക് ജീവനുള്ള ആരാധന ഉയർത്തിക്കൊണ്ട് കഴിയുന്നവരെല്ലാം രണ്ട് കരങ്ങളും ഉയർത്തി വായികളെ തുറന്ന് ശക്തിയോടവന്റെ നാമത്തെ യേശുവേ ഞാൻ അങ്ങേ ആരാധിക്കുന്നു. സ്വർഗീയ സിംഹാസനത്തിലിരിക്കുന്ന ഉയർത്തെഴുന്നേറ്റ രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശുവേ, പകൽ ദൈവത്തിന്റെ വചനത്തിൽ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. സങ്കീർത്തനം 117. സകല ജാതിയുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ, സകല വംശവുമായുള്ളവരെ അവനെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവന്റെ ദയ വലുതായിരിക്കുന്നു. യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്, യഹോവയെ സ്തുതിപ്പിൻ. യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്, യഹോവയെ സ്തുതിപ്പിൻ. ഇന്ന് പൽക്കാലം ആ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൃപ തരട്ടെ. വർഷം 1-2 വിഷയങ്ങൾ ഒന്നിച്ച് ദൈവം നൽകിയ അത്ഭുതത്തെ കുറിച്ച് പറയാൻ പോകുക. ഹല്ലേലൂയ. യേശു സൗഖ്യം നൽകി. എന്റെ ചെവി ചില പ്രയാസങ്ങൾ വളരെ ഭാരപ്പെട്ടിരുന്നു. ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞു. ഡോക്ടേഴ്സ് അസാധ്യം പറഞ്ഞ സ്ഥലത്ത് യേശു എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകി. ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി ടു ഗോഡ്. ഷുഗർ കുറഞ്ഞു. എന്റെ അമ്മയുടെ ഷുഗർ വളരെ ഹൈ ആയി തുടരുകയായിരുന്നു. മെഡിസിൻ എടുത്തിട്ടും കൺട്രോൾ ആകുവാൻ കഴിയാതിരുന്നപ്പോൾ, എന്നാൽ പ്രാർത്ഥനയുടെ ഫലമായി യേശു അമ്മയുടെ ഷുഗർ നോർമലാക്കി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. എന്റെ മകൻ ദിപിന്റെ ഭാര്യ ഇന്നലെ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കയറ്റി. വൈദ്യശാസ്ത്രം പറഞ്ഞതിലും ഉപരിയായി ഒരു നോർമൽ ഡെലിവറി നടന്നു. അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടുകൂടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, സ്തോത്രം, താങ്ക് യു ജീസസ്. പക്ഷേ അനേകർ വിളിക്കുമ്പോൾ അവർ പറയുന്നത് രാവിലെ ഹാർവസ്റ്റ് ടിവിയിലെ ഈ പ്രോഗ്രാം കണ്ട് അവർ ജീവിതം തുടങ്ങുന്ന അനേകം വെല്ലുവിളികളെ ജയിക്കുവാൻ തക്കണം ഒരു ബലത്തോടും ആരോഗ്യത്തോടും കൂടിയാ അവർ ജീവിതം തുടങ്ങുന്നു പറയുന്നു. ഹല്ലേലൂയ. നമുക്ക് ആ ദൈവത്തെ ഒന്നിച്ച് പാടി ആരാധിക്കാം, സ്തുതിക്കാം. ഭർത്താവിന്റെ രോഗത്തിന് മാറ്റം വന്നു. കാഴ്ചക്കുറവും കേൾവിക്കുറവും മാറുന്നു. ചെങ്ങന്നൂരിൽ നിന്ന് സിസ്റ്റർ കുഞ്ഞുമോഹൻ ഈ ടെലിവിഷനിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കരങ്ങളെ സ്ക്രീനിലേക്ക് നിവർത്തി യേശുവിൽ ആശ്രയിച്ച് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ ആരാധനയിൽ ഒന്നിക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോ അത്ഭുതകരമായ വിടുതൽ കർത്താവ് ആ കുടുംബത്തിന് നൽകുന്നു. ദൈവത്തിന് രണ്ട് കരങ്ങളും ഉയർത്തി സിസ്റ്റർ കുഞ്ഞുമോ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കുക. ഇതൊരു വലിയ തുടക്കം തന്നെയാണ്. താങ്ക് യു ജീസസ്. ഓഹോ
തോമസ് മാവേലിക്കരെ വിളിച്ചു പറഞ്ഞു, മകൻ 10ൽ പഠിക്കുന്നു, വൻകുടലിൽ ക്യാൻസർ. 15 വയസ്സുള്ള ഒരു കുഞ്ഞിന് ക്യാൻസർ വന്നാൽ ആ വീടിന്റെ സ്ഥിതി എന്തെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മിസ്റ്റർ തോമസ്, കുടുംബം, ഞങ്ങൾ നിങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ നിൽക്കുകയാണ്. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ഈ പകൽ തന്നെ ആ ശരീരത്തെ യേശു സൗഖ്യമാക്കുന്നു. താങ്കൾ കുടുംബമായി ഇവിടെ കടന്നു വന്ന് യേശു നിങ്ങളുടെ മകന് നൽകിയ സൗഖ്യത്തെ കുറിച്ച് ലോകരാജ്യങ്ങളോട് സാക്ഷ്യം പറയും. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പൈതലിന് മേൽ ഞങ്ങൾ സൗഖ്യം കൽപ്പിക്കുന്നു. സമ്പൂർണമായ സൗഖ്യം വ്യക്തമായി ഇപ്പോൾ തന്നെ അവൻ അനുഭവിക്കട്ടെ. അവൻ ദീർഘായുസ്സും ആരോഗ്യത്തോടു കൂടെ ഇരുന്ന് യേശുവിന്റെ നാമത്തെ ഉയർത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ചേർന്ന് ആരാധിച്ചാണ്. ബെനിസൺ ട്രിവാൻഡ്രത്തു നിന്ന് ശനിയാഴ്ച ഒരു കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ അവസാന ദിവസമാണ് വിധിയുടെ. അത് അനുകൂലമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ അറിയിച്ചിട്ടുണ്ട്. നമുക്കൊന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കരുണയുടെ കരം നിന്റെ മക്കളുടെ മേൽ ഇപ്പോൾ വയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിന്റെ മേലൊരു തീർപ്പ് കൽപ്പിക്കുന്നു. നിന്റെ മക്കൾ അതിന്മേൽ അനുകൂലമായി ക്രിസ്തുയേശുവിന്റെ നാമനിമിത്തം ഉയർച്ചയും നന്മയും അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ശീലമറ്റുവാൻഡ്രം സ്ട്രോക്ക്, ബ്രദർ ഷാജി നട്ടലിന് വേദനയാണ്, ചെങ്ങന്നൂരിൽ ഭാരപ്പെടുന്നു. ഈ പകൽ യേശുവിന്റെ കരം ആ നട്ടലിന്റെ മേൽ ഷാജി നിങ്ങളുടെ ശരീരത്തെ യേശു തൊടുകയാണ്. സ്ട്രോക്കിന്റെ കെടുതി നിമിത്തം ഭാരപ്പെടുന്ന സഹോദരി യേശു തൊട്ട് സുഖപ്പെടുത്തുന്നു. യേശുവിന്റെ നാമത്തിൽ ഇവർ ഇരുവരുടെ മേലും സൗഖ്യം അതത് മേഖലകളിൽ വ്യാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമുണ്ടാകട്ടെ. റഹീം ട്രിവാൻഡ്രത്തു നിന്ന് കിഡ്നി ഫെയിലിയറായി, ശ്രീമാൻ റഹീം കിഡ്നി ഫെയിലിയറായിട്ട് നശിക്കേണ്ട. യേശു നിങ്ങൾക്ക് പുതിയ അവയവങ്ങളെ തരുന്നു. സൃഷ്ടിക്കുന്ന കർത്താവിന്റെ സൗഖ്യം ഇപ്പോൾ തന്നെ ഇവിടെ വ്യാപിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സമ്പൂർണ്ണ സൗഖ്യം ഇവിടെ വ്യാപിക്കണം. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഞങ്ങളോട് ചേർന്ന് യേശുവേ നീ അത്ഭുത മന്ത്രി. വളരെ വെളുപ്പിന് തന്നെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ 6 മണിക്ക് ഇന്ത്യൻ സമയം 6 മണിക്ക് മുമ്പ് തന്നെ ടെലിവിഷനിലൂടെയും ഇന്റർനെറ്റിലൂടെയും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വേണ്ടി ദൈവത്തിന് ഉപവസിച്ചുമല്ലാതെയും ഹാർവസ്റ്റ് ടെലിവിഷനും ഗ്രേസ് ചാപ്പൽ കുടുംബം കൂടെ ഒന്നു ചേർക്കുന്നത് ഒരുക്കുന്ന ഈ ശുശ്രൂഷയിലേക്ക് പങ്കെടുക്കുന്ന നിങ്ങളെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. Praying Kerala will always be a blessing for you. എപ്പോഴും പ്രാർത്ഥിക്കുന്ന കേരളം എന്ന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. യേശു നമുക്ക് വിരോധമായി ഒരു ദോഷവും പദ്ധതിയിട്ടിട്ടില്ല. Jesus has never planned any evil for your life. യേശു നിങ്ങൾക്ക് ജീവിതത്തിന് വിരോധമായി ഒരു ദോഷവും പദ്ധതിയിട്ടിട്ടില്ല. ആകയാൽ കെടുതികളെ അല്പനിമിഷത്തേക്ക് മാറ്റിവെച്ച് 2 കരങ്ങളും ഉയർത്തി ഞങ്ങളോടൊപ്പമായിരിക്കുന്ന സ്ഥലങ്ങളിൽ യേശുവിന് മഹത്വം കൊടുത്താട്. മകൾ നേഴ്സിംഗിന് പഠിക്കുന്നു. 2 പേപ്പർ റീവാലുവേഷന് കൊടുത്തിട്ടുണ്ട്. വിജയത്തിനായി പ്രാർത്ഥിക്കണം. ലീമ എറണാകുളത്തും പരിസരത്തു നിന്ന് ധാരാളം ആളുകൾ ഈ പ്രഭാതത്തിൽ ഈ ശുശ്രൂഷയിലുണ്ട്. ക്രിസ്തുയേശുവിന്റെ നാമത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു.
കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ മകൾക്ക് ഉയർന്ന വിജയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്ന് കർത്താവ് നൽകും. ആ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, മകന്റെ നാവിന് വിക്ക് യേശുവിന്റെ നാമത്തിൽ. പ്രിയ സഹോദരി ആനിയേക്കായി പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ അവരുടെ ബിസിനസ് തുടങ്ങുന്നത് അനുഗ്രഹിക്കപ്പെടട്ടെ. മകന്റെ വിക്ക് മാറട്ടെ, നന്മകളാൽ നിറയ്ക്കും. യെസ്, ചേർന്ന് പാടി ദൈവത്തെ. മകൾ ഷീലയ്ക്ക് ജോലി വേണം, വിവാഹം നടക്കണം. അമ്മയുടെ റൈറ്റ് കണ്ട് പുറത്തേക്ക് തള്ളി വരുന്നു. ഡോക്ടർ കാരണം കണ്ടുപിടിച്ചിട്ടില്ല. സൃഷ്ടിതാവിന് അറിയാൻ വയ്യാത്ത കാര്യമില്ല. ബൈബിൾ ഇങ്ങനെ ചോദിക്കുന്നു, ഈസ് there anything too hard for the Lord? ലൂക്കോസ് 1:37 നാം വായിക്കുന്നു, ദൈവത്തിന് സകലതും സാധ്യവും. പ്രിയപ്പെട്ട സിസ്റ്റർ ഷീല, യേശുവിന്റെ കരം നിങ്ങളുടെ മേൽ, ആ കുടുംബത്തിന്റെ മേൽ വരുന്നു യേശുവിന്റെ നാമത്തിൽ. ഡോക്ടർക്ക് കാരണം അറിയത്തില്ലെങ്കിൽ സൃഷ്ടിച്ച കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. സമ്പൂർണ്ണ സൗഖ്യമോടെ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഷിബി, ഡൽഹിയിൽ പഠിക്കുന്ന ഷിബി അതിഭയങ്കരമായ വയറുവേദനയാൽ ഭാരപ്പെടുന്നു. നമുക്ക് ഒന്നിച്ച് ഷിബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഷിബിയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. കൊടുങ്ങല്ലൂരിന്ന് ആന്റണി, മകൻ മാനസികമായ ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. ഹല്ലേലൂയ, എപ്പോഴും ജീവിതത്തിൽ പൈശാചികമായ ബന്ധനങ്ങളാൽ അകപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് ഈ മകന് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഒന്നിച്ച് ആ കരങ്ങളെ നീട്ടി. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഈ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വ്യക്തമായ ദൈവിക സൗഖ്യം അവന്റെ മേൽ വ്യാപരിപ്പാൻ, അവൻ യേശുവിന് പ്രയോജനമുള്ളവനായി അനേർക്ക് അനുഗ്രഹമായി അവൻ തീരേണ്ടതിനായി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ അതങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. കോട്ടയത്ത് ഒരു സഹോദരി പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഹല്ലേലൂയ. 20 വയസ്സ് മാനസികരോഗമുള്ള മകൻ കുടുംബാംഗങ്ങളെ ഉപദ്രവിക്കുകയും പഠിക്കാതിരിക്കുകയും ഭയങ്കരമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. അനേകം കുഞ്ഞുങ്ങൾ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒന്നിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയ ഭാവി അത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, കുടുംബത്തിന് അനുഗ്രഹമായിരിക്കും. ഒന്നിച്ച് അക്കാരങ്ങളെ സ്ക്രീനിലേക്ക് നീട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ വിശുദ്ധ ഈ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ, ദൈവിക വിടുതൽ സംഭവിക്കട്ടെ. ഈ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന സകല കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിന് അനുഗ്രഹമായി, അവരുടെ മാതാപിതാക്കൾക്ക് അനുഗ്രഹമാക്കി അങ്ങ് മാറ്റുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. മാവേലിക്കരയിൽ നിന്ന് ഗ്രേസി, മകൾക്ക് 35 വയസ്സ്, മകന് 33 വയസ്സ്. രണ്ടുപേരുടെ വിവാഹം നടക്കണം. ഒന്നിച്ച് ഹാലത്ത് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമായിരിക്കുന്ന സകല ഹാലലു യൗവനക്കാരുടെ വിവാഹങ്ങൾ നടക്കുവാൻ പരിശുദ്ധ പിതാവേ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജീവിതങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അവർക്ക് തക്കതായ തുണകളെ ലഭിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം അതിനുവേണ്ടി വഴികൾ തുറക്കണമെന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലലു. അതുപോലെ പേര് പറയേണ്ട ഒരു സഹോദരി ഇരിക്കുന്നു, മകൻ പ്രമോദിന്റെ വിവാഹം നടക്കേണ്ടതായിട്ടുണ്ട്. ഒന്നിച്ച് ആ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പറഞ്ഞാട്ടെ. പരിശുദ്ധ പിതാവേ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകരം വെളിപ്പെടുമാറാകട്ടെ. തക്കതായൊരു തുണയെ ഒരുക്കി കൊടുക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. കുഞ്ഞനിയൻ ട്രിവാൻഡ്രത്ത് നിന്ന് കുഞ്ഞനിയെ വിളിച്ചിരിക്കുന്നു. കുടുംബം ആത്മീയമായി ഉയരുവാൻ വൈഫ് രാഗിണി നടുവേദനയാൽ ഭാരപ്പെടുന്നു. ഒന്നിച്ച് ആ സ്ക്രീനിലേക്ക് കരങ്ങൾ നീട്ടിയാട്ടെ. കുഞ്ഞനിയുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് കർത്താവേ ഞങ്ങൾ ഒന്നിച്ച് കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകരം ആ കുടുംബത്തിൽ ഇറങ്ങി അങ്ങ് വിടുവിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. വൈഫ് രാഗിണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതൽ അവർ സംഭവിച്ചിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദുബായിൽ നിന്ന് മകൾ സാറ സുഖമില്ലാതിരിക്കുന്നു. കുടുംബത്തിന്റെ മേൽ സൗഖ്യമുണ്ടാകേണ്ടതിന് പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിട്ടുണ്ട്. ദുബായിൽ നിന്ന് ധാരാളം ആളുകൾ 4:30 ഈ സമയത്ത്, അവിടുത്തെ സമയം 4:30 ഈ ശുശ്രൂഷ ഞങ്ങളോടൊപ്പം പങ്കുചേരുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ കുടുംബത്തിന്റെ മേല് സമ്പൂർണമായ സൗഖ്യം കൽപ്പിക്കുന്നു. വ്യക്തമായ വിടുതല് ഇപ്പോൾ തന്നെ ഇവിടെ സംഭവിക്കട്ടെ. ഉയർച്ചയും നന്മയും വ്യക്തമായി അവിടുന്ന് പകരും.
യേശുവിന്റെ നാമത്തിൽ പിതാവേ. ഓ ഹല്ലേലൂയ. കുഞ്ഞനിയൻ, കാഞ്ഞിരപ്പാറ, GKP നഗർ, ഹാർട്ട് അറ്റാക്കിനാൽ മോഹനൻ ഭാരപ്പെടുന്നു. ഇന്നലെ അദ്ദേഹത്തിന് ഈ ശുശ്രൂഷ കാണാൻ സാധിച്ചില്ല. 660 ഏഷ്യാനെറ്റ് സെറ്റ് ഓഫ് ബോക്സിൽ നിന്ന് ട്യൂൺ ചെയ്തിട്ട് അവർക്ക് കിട്ടിയില്ല. ഇന്നത് ക്രമീകരിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഹൃദ്രോഗബാധിതനായ മിസ്റ്റർ മോഹനൻ, യേശു താങ്കളെ സൗഖ്യമാക്കുന്നു. യേശു താങ്കളെ സൗഖ്യമാക്കുന്നു. യേശുവിൽ താങ്കൾക്ക് ശുഭമായ ഭാവിയുണ്ട്. ജീവന് സമൃദ്ധമായ ജീവനും ആരോഗ്യവും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. താങ്ക് ഗോഡ്. 4 വർഷമായി തളർന്നു കിടന്നു. കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ടെലിവിഷനിലൂടെ പ്രാർത്ഥിച്ചപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചു. യേശുവിന്റെ കരം തൊട്ട് സുഖപ്പെടുത്തി. ഹല്ലേലൂയ. 4 വർഷമായി തളർന്നു കിടന്ന വ്യക്തി ഇപ്പോൾ നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. വിടുതൽ കൊടുത്ത കർത്താവിന് സ്തോത്രം ചെയ്യാം. യേശു അത്ഭുതങ്ങളുടെ ദൈവം. ഞങ്ങളോട് ചേർന്ന് അജിത, നെയ്യാറ്റിങ്കര, യൂട്രസിൽ മുഴ, ഇന്ന് ടെസ്റ്റിന് വേണ്ടി പോകുന്നു. ഓപ്പറേഷൻ ഇല്ലാതെ ഒരു സൗഖ്യം യേശു നൽകേണ്ടതിന് പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ ആ യൂട്രസിലെ മുഴ അപ്രത്യക്ഷമാകട്ടെ. സമ്പൂർണമായ സൗഖ്യമുണ്ടാകട്ടെ. ആ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. പ്രിയമുള്ളവരെ, യേശു നമുക്കായി ശ്രേഷ്ഠതയാണ്, നിത്യജീവനാണ്, സമാധാനമാണ്, ഉയർച്ചയാണ്, നന്മയാണ്. യേശുവിനെ അനുഭവിക്കുന്ന ദൈവത്തിന്റെ ഭക്തൻ പറയുന്നത്, കണ്ണുനീർ താഴ്വരയിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. Though I walk through the valley of shadow of death, I fear no evil. And he says from the depth of his heart, because the Lord is with me. കർത്താവ് എന്നോടുകൂടി ഉള്ളതുകൊണ്ട് ഈ പകൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഈ പ്രേയിങ് കേരള എന്ന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏത് രാജ്യത്തിരുന്നാലും, this is my encouragement to you. നിങ്ങളോടുള്ള എന്റെ പ്രോത്സാഹനം ഇതാണ്. Make Jesus as the friend and Lord, the best lover of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സ്നേഹിതനായി, ഏറ്റവും നല്ല കർത്താവായി, ഏറ്റവും നല്ല സുഹൃത്തായി യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കും. Ask this prayer, Lord Jesus, I need you. Wherever you are, open up your heart and say, Jesus, I need you. എവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരുന്നാലും അവിടെ ഇരുന്നുകൊണ്ട് പറ, യേശുവേ, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. Be my Lord, be my Savior, be my friend, and I will worship you. ചേർന്ന് ബാബു ചിങ്ങവനം, മകന് ഗൾഫിൽ പോകാൻ വീസ കിട്ടണം, ബിസിനസ് അഭിവൃദ്ധിപ്പെടണം. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. ശ്രീ മിസ്റ്റർ ബാബു കുടുംബത്തെ മുഴുവനായി യേശു അനുഗ്രഹിക്കുന്നു. മകന്റെ മേലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി ഇപ്പോൾ തന്നെ കർത്താവ് നിറവേറ്റുന്നു. യേശുവിന്റെ നാമത്തിൽ അത് ലഭിക്കുമാറാകട്ടെ. ബിസിനസ്സിൽ 100% വളർച്ച ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ബേബി ട്രാൻഡ്ര, മകൾ ഷീനയുടെ വിവാഹം നടക്കുവാൻ ഇന്ന് പകൽ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ മകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവ്. ധാരാളം ആളുകൾ സ്ക്രീനിൽ കാണുന്ന 3 ടെലിഫോൺ നമ്പറുകളിലും വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ നമ്പറുകൾ നോട്ട് ചെയ്ത് വെക്കുക. അഥവാ നിങ്ങൾ ഇപ്പോൾ വിളിക്കുമ്പോൾ എൻഗേജ്ഡ് ആണെങ്കിൽ അടുത്ത നിമിഷങ്ങളിൽ വിളിക്കണം. തീർച്ചയായിട്ടും പ്രാർത്ഥന പങ്കാളികൾ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് സന്നിധിയിൽ നിൽക്കും. യേശു അത്ഭുതങ്ങളുടെ ദൈവം. 2 കരങ്ങളെയും ഉയർത്തി വായുകളെ തുറന്ന് നന്ദിയോടെ
ഡിവോഴ്സിന്റെ ലാസ്റ്റ് കൗൺസിലിംഗ് പരാജയപ്പെട്ടാൽ ആത്മഹത്യയാണ് മനസ്സിൽ. ഒരു മേരി എന്ന് പേരുള്ള വ്യക്തി ട്രിവാൻഡ്രത്തുനിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുക, ഡിവോഴ്സിന്റെ ലാസ്റ്റ് കൗൺസിലിംഗിൽ പരാജയപ്പെട്ടാൽ ആത്മഹത്യയാണ് മനസ്സിൽ. സിസ്റ്റർ മേരി, അതുപോലെ സമാനമായ അവസ്ഥയിലൂടെ പോകുന്ന മറ്റുള്ളവരും ഞങ്ങൾ എവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരുന്നാലും ആത്മഹത്യ അല്ല പ്രശ്നപരിഹാരം, ജീവിക്കുന്നതാണ് പ്രശ്നപരിഹാരം. ഞാൻ പ്രഭാതത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ, സദൃശവാക്യത്തിൽ നിന്ന് വായിച്ചതുപോലെ, ജീവനും മരണവും നമ്മുടെ നാവിന്റെ മേൽ. ആത്മഹത്യ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. എന്നാൽ ഞാൻ ജീവിക്കും, യേശുവിന്റെ ജീവൻ ഞാൻ അനുഭവിക്കും. ഈ കെടുതികളുടെ നടുവിൽ യേശു എന്നെയും എന്റെ കുടുംബത്തെയും ഉയർത്തും എന്ന് വിശ്വസിച്ച് വാഹ് തുറന്ന് ഏറ്റുപറഞ്ഞ് യേശുവിന്റെ അത്ഭുതകരം നിങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങുന്നത് നിങ്ങൾക്ക് വ്യക്തമായി അനുഭവിക്കാൻ കഴിയും. ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ ആരാധനയിൽ ചേർന്ന് കഴിയുമെങ്കിൽ കരമുയർത്തി ഉറക്കെ യേശുവേ. ആദിയും അന്തവുമാണവരേ, ആദിയും അന്തവും അൽഫാ ഒമേഗാവും ലീന കോട്ടയത്തുനിന്ന് മകൻ ഇന്റർവ്യൂ കഴിഞ്ഞു, ജോലി ലഭിക്കണം, പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ ആ മകന് ജോലി ലഭിക്കുവാൻ അത്ഭുത വഴികൾ അവിടുന്ന് തുറക്കും കർത്താവേ. ആ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ പിതാവേ. താങ്ക് യു ലോർഡ്. ഹാർവസ്റ്റ് ടെലിവിഷനും ഗ്രേസ് ചാപ്പൽ കുടുംബവും കൂടെ ഒന്നിച്ചൊരുക്കുന്ന ഈ പ്രേയിങ് കേരള എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലോകത്തിന് അനേക രാജ്യങ്ങളിൽ ആയിരങ്ങൾ ഈ ശുശ്രൂഷകൾ ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കാട്ടുന്ന നല്ല മനസ്സിന് ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾക്ക് പ്രോത്സാഹനമാണ്. രാവിലെ എഴുന്നേറ്റ് കുഞ്ഞുങ്ങളും മറ്റ് സഹോദരങ്ങളും എഴുന്നേറ്റ് ഈ സ്റ്റുഡിയോയിലേക്ക് കടന്നു വന്ന് ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഒന്ന് മാത്രം ആഗ്രഹിക്കുന്നു, ദൈവകൃപ, ദൈവത്തിന്റെ മഹത്വം ഭൂമി മുഴുവൻ നിറയണം. ദൈവത്തിന്റെ വചനത്തിന്റെ വാഗ്ദത്തമാണത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമുദ്രത്തിലെ വെള്ളം ഭൂമിയുടെ മണ്ണായ സ്ഥലങ്ങളെ മുഴുവൻ ചുറ്റിക്കിടക്കുന്നത് പോലെ ദൈവത്തിന്റെ തിരുവെഴുത്തിൽ വായിക്കുന്നു, God's glory shall cover the earth. ദൈവത്തിന്റെ മഹത്വം ഭൂമി മുഴുവൻ നിറയും. And these are the days of God's glory like never before in the history. ഒരിക്കൽ പോലെ ചരിത്രത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ദൈവത്തിന്റെ മഹത്വത്തിന്റെ നാളുകളാകയാൽ together we will say it's our time beloved, it's our time beloved. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ സമയമാണ്. യെസ്, ദൈവ മഹത്വം നമ്മുടെ മേൽ ഇറങ്ങുന്ന സമയമാണ്. എന്നും കണ്ണുനീരിൽ നീ തുടരുകയില്ല, എന്നും കെടുതിയിൽ നീ നശിക്കില്ല, എന്നും ജീവിതത്തിൽ തകർച്ചയല്ല, എന്നും ജീവിതത്തിൽ നാണക്കേടല്ല. കൂടെ വന്ന് കണ്ണുനീരൊപ്പി മാറോട് ചേർത്ത് കരം പിടിച്ചുയർത്തുന്ന ഉയർത്തെഴുന്നേറ്റ യേശു ഉള്ളത് കൊണ്ട് ആ യേശുവിൽ നിനക്ക് ശുഭമായ ഒരു ഭാവിയുണ്ട്. You have a bright future in Christ Jesus. Come on beloved, let's worship the Lord together. മകന്റെ ജോലി ലഭിക്കണം. കുടുംബക്കാർ തമ്മിൽ സ്വത്തിന്റെ പേരിൽ പ്രശ്നമാണ്. ട്രിവാൻഡ്രത്തുനിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ആ മകന് നല്ല ജോലി ലഭിക്കട്ടെ. ആ ക്ലേശങ്ങൾ മാറട്ടെ, ആ വഴക്കവിടുന്ന് മാറട്ടെ. യേശുവിന്റെ സ്വസ്ഥത അവിടെ ഇറങ്ങട്ടെ, സമാധാനം കൊണ്ട് അവർ നിറയപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ പിതാവേ. അനില് ട്രിവാൻഡ്രത്തുനിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു, ശാരീരികവും മാനസികമായ ക്ലേശങ്ങളിലൂടെ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഒരു വിടുതൽ അവിടെ സംഭവിക്കട്ടെ. ഉയർച്ചയും നന്മയും വ്യക്തമായി അവിടെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു,
Now when he had taken the scroll, the 4 living creatures and 24 elders fell down before the Lamb, each having a harp and golden bowls full of incense, which are the prayers of saints. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൂതന്മാരുടെ കയ്യിൽ ഹാർപ്പ്, സംഗീത ഉപകരണം. അടുത്തത് a golden bowl with full of incense, സ്വർണത്തിന്റെ ധൂപകലശം, സ്വർണം കൊണ്ടുണ്ടാക്കിയ ധൂപകലശം, അതിനകത്ത് മുഴുവൻ സുഗന്ധവർഗങ്ങൾ. തിരുവെട്ടിൽ എഴുതിയിരിക്കുന്നു, ആ സുഗന്ധവർഗങ്ങൾ ദൈവജനത്തിന്റെ പ്രാർത്ഥനയാണെന്ന്. അങ്ങനെയെങ്കിൽ ദൈവ തിരുവെട്ടിൽ വായിക്കുന്നു, കുഞ്ഞാടാം യേശുവിന്റെ മുൻപാകെ സ്വർഗസിംഹാസനത്തിൽ ഇരിക്കുന്ന യേശുവിന്റെ സന്നിധിയിലേക്ക് ഒരേ സമയം ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആരാധനയും പ്രാർത്ഥനയുമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വാക്യത്തിൽ നിന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലോകരാജ്യങ്ങളിൽ ഹാർപ്പ് ആൻഡ് ബൗൾ എന്ന ആശയത്തിൽ, അഭിഷേകത്തിൽ നിന്ന് 10,000-കണക്കിന് ദൈവജനത്തെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വേണ്ടി എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ദൈവ മഹത്വത്തിന്റെ ഒരു മുന്നോടിയാ. എന്നോട് ചേർന്ന് 2 കരങ്ങൾ ഉയർത്തി വാ തുറന്ന് നന്ദിയോടെ രാജത്വവും സർവാധികാരങ്ങളും യേശുവേ അനേകം പ്രാർത്ഥന വിഷയങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഓ ഹല്ലേലൂയ. അടുത്ത ദിവസങ്ങളിൽ ഈ ആരാധന ശുശ്രൂഷയിൽ ഓരോരോ ദിവസങ്ങളായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അതികളായി ദൈവത്തിന്റെ ദാസിദാസന്മാർ നമ്മോടൊപ്പം ഉണ്ടാകും. 28 സ്റ്റേറ്റുകളിൽ നിന്ന് ദൈവജനം നമ്മോടൊപ്പം ആരാധനയിൽ പങ്കെടുക്കും. ഇന്ന് പകൽക്കാലം തമിഴ്നാട്ടിൽ ഊട്ടിയിൽ കേന്ദ്രമായിട്ടുണ്ട് കർത്താവിന്റെ വേല ലോകരാജ്യങ്ങൾ ചെയ്തുകൊണ്ട്, അനേക സ്ഥലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കർത്തൃദാസൻ പാസ്റ്റർ രാജൻ നമ്മോടൊപ്പം ഈ സ്റ്റുഡിയോയിൽ ആരാധനയ്ക്ക് നമ്മോടൊപ്പം നിരന്തരം നടക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ഇന്നലെ വെളുപ്പിനെ അദ്ദേഹം ഒരു ടീമായിട്ട് ഇവിടെ കടന്നു വന്നത്. അടുത്ത ദിവസം കർണാടകയിൽ നിന്നും, ആന്ധ്രയിൽ നിന്നും, മറ്റ് പല സ്റ്റേറ്റുകളിൽ നിന്നും ദൈവജനം ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരും. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എഴുതി അറിയിക്കുക. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ജനം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പാസ്റ്റർ രാജൻ ദയവായി മുമ്പോട്ട് കടന്നു വന്നാണ്. കരങ്ങളെ അടിച്ച് നമുക്ക് അദ്ദേഹത്തെ വന്ദനം ചെയ്യാം. താങ്ക് യു ജീസസ്. ഒരു വളരെ ശ്രേഷ്ഠനായ പ്രാർത്ഥനാ മനുഷ്യന് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ മറ്റാരുടെയും സാമ്പത്തിക സഹായം വാങ്ങാതെ ദൈവം തനിക്ക് കൊടുക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പോയി നടന്ന് ആ സംസ്ഥാനങ്ങളുടെ നന്മയ്ക്കു വേണ്ടി, ഉയർച്ചയ്ക്കു വേണ്ടി ഇടിവിൽ നിന്ന് ഉപവസിച്ചും അല്ലാതെയും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ ഭക്തൻ ഞങ്ങളോടൊപ്പം കഴിഞ്ഞ ചില മാസങ്ങളായി ആരാധനയിലും പ്രാർത്ഥനയിലും വിവിധ സ്ഥലങ്ങളിൽ ഒന്നിച്ച് ശുശ്രൂഷിപ്പാൻ ദൈവം ഞങ്ങൾക്കിടയാക്കി. ഇന്ന് പകൽ പാസ്റ്റർ രാജൻ കർത്താവ് താങ്കളെ അയച്ചതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. താങ്കളുടെ ടീമുമായി ഇവിടെ കടന്നു വന്നതിൽ ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നമ്മൾ പ്രാർത്ഥനയിൽ മുമ്പോട്ട് യാത്ര ചെയ്യും. എന്നാൽ ഇന്ന് നമ്മുടെ ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൂത് ദയവായി സംസാരിച്ചാട്ട്. തമിഴില് കർത്താവിന്റെ പരിശുദ്ധ നാമം മഹിമപ്പെടുവதாக. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ട്. സുവിശേഷം 1-ാം അധ്യായത്തില്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാത്താൻ വേല കുറിച്ച് ഒരു കാര്യത്തെ ഉള്ളിടത്തിൽ சொல்ல പോകുகிறேன். കർത്താവ് എനിക്ക് തന്നതായ ഒരു വാഗ്ദത്തം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. നീ യേശുവിന്റെ വന്ന് പാർ. നിങ്ങൾ യേശുവിനെ വന്ദിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് അത്ഭുതം ചെയ്യുവാർ. യേശു നിങ്ങൾക്ക് അത്ഭുതങ്ങളെ ചെയ്യുന്നു. നാത്താൻ വേല യേശുവിന്റെ അടുത്തേക്ക് വരുகிறார். ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം വരുമ്പോൾ ദൈവം നിശ്ചയമായി உங்களுக்கு അത്ഭുതം ചെയ്യുവാർ. യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം നിശ്ചയമായും ചെയ്യും. സഖേവ് യേശുവിന്റെ അടുത്തേക്ക് വന്നാൽ, യേശുവിന്റെ അടുത്തേക്ക് ആരൊക്കെ വരുന്നുവോ അവർക്ക് എല്ലാ അത്ഭുതം നടക്കും. യേശുവിന്റെ നന്മയും വിടുതലും അത്ഭുതവും അവർക്ക് ഓരോരുത്തർക്കും അനുഭവിപ്പാൻ കഴിയും.
பெரும்பாடுள்ள ஸ்திரீ இயேசுவின் இடத்திற்கு வந்தார். രക്തസ്രവക്കാരി സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ, இயேசுவை தொட்ட பொழுது യേശുവിനെ അവൾ തൊട്ടപ്പോൾ அற்புதம் நடந்தது. യേശുവിന്റെ ശക്തി അവളുടെ ശരീരത്തിൽ അനുഭവിച്ചു, അവളുടെ ജീവിതത്തിൽ സൗഖ്യം അനുഭവിച്ചു. இந்த கால வேளையில யார் யார் ஆண்டவருடைய சமூகத்துக்கு கடந்து வருகிறீர்களோ, ഇന്ന് പ്രഭാതത്തിൽ ആരൊക്കെയാണോ യേശുവിന്റെ സന്നിധിയിലേക്ക് ഓടി വരുന്നത്, ஓ விசுவாசத்தோடு கடந்து வரும்போது, വിശ്വാസത്തോടെ അവന്റെ സന്നിധിയിലേക്ക് ഓടി വരുമ്പോ, ஓ தாகத்தோடு கடந்து வரும்போது, യേശുവിന്റെ സന്നിധി ദാഹത്തോടെ കടന്നു വരുമ്പോ அற்புதம் உங்களுக்கு உண்டாகும். നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം സംഭവിക്കും. அடையாளங்கள் நடக்கும். നിങ്ങൾക്ക് വേണ്ടി അടയാളങ്ങൾ യേശു ചെയ്യും. உங்களை கட்டி வைத்திருக்கிற கட்டுகள் இயேசுவின் நாமத்தில் அழிக்கப்படும். നിങ്ങളെ കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറും. தூதர் உங்களுக்காக உதவி செய்வார். സ്വർഗീയ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നു. இடங்களில் அற்புதங்கள் இறங்கிக் கொண்டிருக்கிறது. ഇപ്പോൾ തന്നെ നിങ്ങൾ ഇറങ്ങിയിരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ദൈവത്തിന് അത്ഭുതം വ്യാപരിക്കുന്നു. உங்களை விட்டு வைத்துக் கொண்டிருக்கிறார். യേശു നിങ്ങളെ തൊട്ടുകൊണ്ടേയിരിക്കുന്നു. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ அற்புதம் நடக்கிறது. അത്ഭുതങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. டிவி பார்த்து கொண்டிருக்கிற அற்புதங்கள் நடக்கிறது. ടിവിയിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുമേ യേശുവിന്റെ അത്ഭുതം വ്യാപിക്കുന്നു. இதுவரைக்கும் இல்லாதபடியாக, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതുപോലെ இனிமேல் நடக்க ഇതുവരെ നടക്കാൻ പോകുന്നത് ഇതുവരെ നടന്നിട്ടില്ലാത്ത വിടുതലുകളായിരിക്കും. യേശു சொன்னார், ഇതിലും பெரிதானவர்களை பார்க்க போறீங்க. യേശു നിങ്ങളെ ശ്രേഷ്ഠമായി മാനിക്കും. എല്ലാ കരങ്ങളെ തട്ടി കർത്തരെ മഹിമപ്പെടുത്തുക. കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ ആരാധനയിൽ യേശുവിനിടത്തിൽ വന്നവർക്ക് ഇതിലും பெரிதானவர்களை நீங்க பார்க்க போறீங்க. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത പോലെ വലിയ വിടുതലുകൾ യേശുവിന്റെ സന്നിധിയിലേക്ക് ഈ പകൽ അടുത്ത് വരുന്നവരിലേക്ക് ദൈവം പകർന്നുകൊണ്ടേയിരിക്കുന്നു. ഓ ഞാൻ ഉങ്ങളോട് കുടിന്ന് ചെയ്യുന്ന കാര്യം ഭയങ്കരമായിരിക്കും. നിങ്ങളിൽ യേശു ചെയ്യുന്നത് വലിയ പ്രവൃത്തിയായിരിക്കും. കോട്ടകൾ തകരും, വിടുതല ഉണ്ടാകും. യേശുവിന്റെ സന്നിധിയിൽ ഓടി വരുന്നവരുടെ ജീവിതത്തിൽ കോട്ടകൾ തകരും, വിടുതലുകൾ ഉണ്ടാകും. യേശു നിന്നോട് കുടിന്ന് ചെയ്യുന്ന കാര്യം ഭയങ്കരമായിരിക്കും. യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതങ്ങൾ ശ്രേഷ്ഠമായിരിക്കും. യേശുവിനിടത്തിൽ വന്ന് പാർ. യേശുവിന്റെ അരികിലേക്ക് വന്നാട്ട് അത്ഭുത സുഖത്തെ പെற்றுകൊള്ളുവാൻ, അത്ഭുത സൗഖ്യത്തെ പ്രാപിച്ചാട്ട് യേശുവിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തന്നെ ചേർന്ന് കരങ്ങളെ ഉയർത്തി ഉമക്ക് ആരാധനൈ, ആരാധനൈ. എനിക്ക് നന്നായിട്ട് അറിയാം ഒരു ഹീലിംഗ് അനോയിന്റിംഗ് പാസ്റ്റർമേലുണ്ട്. ജീവിതങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തികളും കുടുംബങ്ങളും ദേശങ്ങളും സൗഖ്യമാകുന്നത് ധാരാളമായി കാണുവാൻ കഴിയുന്നു. ഈ പകൽ താങ്കൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചാട്ട സ്ക്രീനിലേക്ക് കരങ്ങൾ നിവർത്തി ഞങ്ങളോട് ചേർന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ആ സ്ക്രീനിലേക്ക് കരങ്ങൾ നീട്ടിയാട്ട് ദൈവത്തിന്റെ ആത്മാവ് പകർന്നിരിക്കുന്ന ആ സൗഖ്യത്തിന്റെ അഭിഷേകം, ആ വിടുതലിന്റെ അഭിഷേകം, ആ എഴുന്നേറ്റത്തിന്റെ അഭിഷേകം, ആ ഉയർച്ചയുടെ അഭിഷേകം ഇപ്പോൾ തന്നെ ഇവിടെ വ്യാപിക്കുന്നുണ്ട്. அவர்களுக்கெல்லாம் இயேசுவின் நாமத்தினாலே ஒரு ஹீலிங் நடக்கிறது, ஒரு ஹீலிங் நடக்கிறது, ஒரு வல்லமை இறங்கி வருகிறது, ஒரு அபிஷேகம் இறங்கி வருகிறது, ஒரு சுகமளிக்கிற வல்லமை, கட்டிகள் அரிக்கிற வல்லமை இதிலிருந்து வருகிறது. நுகங்கள் விரிக்கிறது, நுகங்கள் விரிக்கிறது, அபிஷேகம் இறங்கிறது. விடுதலை 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 நாயகன் இப்போது உங்கள் மத்தியிலே உலாவிக் கொண்டிருக்கிறார். யார் யார் இருக்கிற எந்த இடத்திலும் இப்போது விடுதலை விடுதலை. எல்லா முதுகு வலி, எல்லா கை கால் வலி, இறுதிய வலி, எல்லா கிட்னி பலவீனங்கள் எல்லாம் இயேசுவின் நாமத்தினாலே இப்பொழுது உங்களை விட்டு விலகி போகுது. இயேசுவின் நாமத்தினாலே, இயேசுவின் நாமத்தினாலே அற்புத சுகம் உண்டாகிறது. യേശുവിൻ മൂലം പിതാവേ. ഇന്നലെ സിസ്റ്റർ സൂസൻ ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോ ധാരാളം ഫോൺ കോളുകൾ വന്നു. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് സിസ്റ്റർ സൂസൻ നയിക്കുന്ന ആ പ്രയർ ലൈനിൽ പങ്കാളികളായ ധാരാളം ആളുകൾ വിളിച്ച് ജീവിതത്തിൽ ദൈവം അവർക്ക് കൊടുത്ത വിടുതലുകളെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തി. ഇന്ന് പകൽ പാസ്റ്റർ രാജനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് തന്ന ആ ക്ഷണത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ദൈവത്തിന്റെ ജനത്തിന് മേൽ യേശുവിന്റെ കരം ഇപ്പോൾ തന്നെ വ്യാപിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇപ്പോൾ തന്നെ ടെലിഫോൺ എടുത്ത് ആ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുമല്ലോ. ഹല്ലേലൂയ. വളരെ മണിക്കൂറുകൾ ഉപവസിച്ചുമല്ലാതെയും പ്രാർത്ഥിച്ചുമാണ് ഈ ശുശ്രൂഷയ്ക്കായി വളരെ മാസങ്ങൾ
ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചാണ് ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ കടന്നു വന്നത്. ദൈവത്തിനകത്ത് വ്യക്തമായി പറഞ്ഞു, വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കിനാലും ദൈവശക്തി വ്യാപിച്ചുകൊണ്ടേയിരിക്കുക. തിരുവത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു, അവന്റെ വചനമയച്ചവൻ സൗഖ്യമാക്കുന്ന ദൈവമാ. ഇപ്പോൾ തന്നെ പകർന്ന വിടുതലിനായി കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രാജൻ, നമുക്ക് നമ്മുടെ ഇന്ത്യക്കായിട്ട് പ്രാർത്ഥിക്കാം. എന്താ? തീർച്ചയായിട്ടും ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Let's pray for our nation India, that India shall be blessed. In every nook and corner of India shall rejoice with the blessings of God, with the glory of God over her life. ഭാരതത്തിന്റെ മേൽ, ഇന്ത്യയുടെ മേൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നതിനാൽ ഇന്ത്യയുടെ ഓരോ കോണിലും മൂലയിലും ദൈവമഹത്വം ഇറങ്ങുന്നതിനാൽ ഇന്ത്യ സന്തോഷിക്കണം, ഇന്ത്യ ഉല്ലസിക്കണം. ദിസ് ഇസ് ദ ടൈം ഫോർ ഇന്ത്യ. മറ്റു രാജ്യങ്ങളുടെ നടുവിൽ ഇന്ത്യ ഉയരുന്ന സമയമായത്. ഇത് ഇന്ത്യയുടെ സമയമാ, ഇത് ഇന്ത്യയുടെ സമയമാ. ഞങ്ങളോടൊപ്പം കരങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ ശ്വാസത്തിനടയാളമായി ഉയർത്തി ദൈവദാസനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. സ്ക്രീനിൽ ഇന്ത്യയുടെ ഭൂപടമുണ്ട്, സ്ക്രീനിലെ കരങ്ങൾ നിവർത്തുക. കഴിഞ്ഞ ദിവസം വന്നൊരു ടെലഫോൺ ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഇന്ത്യയുടെ ഒരു ഭൂപടം വാങ്ങിച്ച് ടെലിവിഷനിലൂടെ പ്രാർത്ഥന വരുമ്പോൾ ആ ഭൂപടത്തിൽ കരമച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്ര ശ്രേഷ്ഠമാണ് നിങ്ങളുടെ സമർപ്പണം. ധാരാളം ആളുകൾ അത് ചെയ്യട്ടെ. നമ്മുടെ രാജ്യത്തെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ചേർന്ന് പ്രാർത്ഥിക്കാം. പാസ്റ്റർ രാജൻ. எங்களை நேசிக்கிறதான வல்லமுள்ள பரலோக பிதாவே, ஆசீர்வதிக்கப்பட்ட இந்த நல்ல கால வேளைக்காய் நன்றி செலுத்துகிறோம் ஐயா. எங்களுடைய இந்தியா தேசத்துக்காய் நாங்கள் ஒரு மனமாய் ஜெபிக்கிறோம் ஐயா. எங்க இந்தியா தேசத்தில் உம்முடைய ஆசீர்வாதம் தங்கி இருப்பதாக, எங்களுடைய இந்தியா தேசத்தில் உம்முடைய சமாதானம் தங்கி இருப்பதாக, எங்க இந்தியா தேசத்தில் உம்முடைய விடுதலை உண்டாவதாக, எங்களுடைய இந்தியா தேசத்தில் உங்க நாமம் மகிமைப்படுவதாக, எங்களுடைய இந்தியா தேசத்தின் காரியங்களை கர்த்தர் ஆசீர்வதிப்பீராக. தேசத்தில் இருக்கிற பிரதிநிதிகளை கர்த்தர் ஆசீர்வதிப்பீராக. எங்களுடைய இந்தியா தேசம் கர்த்தருடைய கண்களுக்கு முன்பாய் இருக்கிறபடியினாலே எங்களுடைய இந்தியா தேசத்திலே என் தேவன் அரிபா சகரது நம ரப லக ரிதி நிமி கபுருத நம ரப ரப கர்த்தருடைய நாமம் தலத்தின் மேல் அசைவாடின தேவன் எங்களுடைய இந்தியா தேசத்திலே நீர் அசைவாடும்படியாக, எங்களுடைய இந்தியா தேசத்தை என் தேவன் பிளஸ் பண்ணும்படியாக எங்களுடைய இந்தியா தேசத்துக்காய் ஜெபிக்கிறோம். தேவன் விடுதலையாக்குவீராக, தேவன் ரட்சிப்பை கொண்டு வருவீராக. இந்தியா தேசத்தில் ஆண்டவரே இருக்கிறதான எல்லா வன்முறைகள் ஒழியணும். இந்தியா தேசத்தில் சமாதான சந்தோஷம் உண்டாயிருக்கணும். இந்தியா தேசத்தில் இருக்கிற ஒவ்வொரு மாநிலங்களிலும் கர்த்தர் ஆசீர்வதிக்கணும். தேவனுடைய நாமம் ஒவ்வொரு மாநிலங்களிலும் மகிமைப்படணும். இயேசுவின் நாமத்திலே அப்படி நடக்கிறதற்காய் நன்றி. இயேசுவின் மூலம் பிதாவே, ஆமென். നമുക്ക് തമിഴ്നാടിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഭാസ്കർ മലയാളിയാണ്, പക്ഷെ വളർന്നത് മുഴുവൻ തമിഴ്നാട്ടിലാണ്. അപ്പൊ നമ്മൾ തമിഴ്നാടും കേരളവും തമ്മിൽ നല്ലൊരു ബന്ധത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നേരത്തെയും അങ്ങനെയാണ്. ഈ രണ്ട് അയൽ സംസ്ഥാനങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ഓക്കെ, കേരളാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. പാസ്റ്ററിനെ വിളിക്കാം നമുക്ക്. ഹല്ലേലൂയ. ഇത് വന്നാട്ട് പാസ്റ്റർ. ഹല്ലേലൂയ. തമിഴ്നാട് ആൻഡ് കേരളാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ஆண்டவரே, நன்றியுள்ள இதயத்தோடு துதிக்கிறோம், ஸ்தோத்திரிக்கிறோம். இந்த நாளுக்காக நன்றி செலுத்துகிறோம் ஆண்டவரே, ஸ்தோத்திரம். இந்த கேரள மாநிலத்திற்காக நாங்கள் ஜெபிக்கிறோம் ஆண்டவரே. இந்த மாநிலத்தில் ஆசீர்வதிப்பீராக ஆண்டவரே. ஆசீர்வாதம் ஆண்டவரே இந்த மாநிலத்தில் இறங்குவது ஆண்டவரே. வல்லமை ஆண்டவரே இந்த மட்டத்தில் இறங்குவது. ஹல்லேலூயா, 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 ஹல்லேலூயா. Oh, glory to Lord, hallelujah. ஆண்டவரே மகிமை இறங்கட்டும் ஐயா. ஆண்டவரே ஸ்தோத்திரம், ஸ்தோத்திரம், ஸ்தோத்திரம் ஆண்டவரே. ஹல்லேலூயா. உம்மை அறியாத ஜனங்கள் அன்று உம்மை அறிந்து கொள்ளணும் ஆண்டவரே. ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. ஆண்டவரே ஸ்தோத்திரம். நாம இந்த தேசத்தில் ஆண்டவரே, இந்த கேரள மாநிலத்தில் ஆண்டவரே மகிமைப்படுவதாக இயேசுவின் நாமத்தில் ஜெபிக்க நல்ல பிதாவே, ஆமென். ஆமென். ஹல்லேலூயா. Thank you Lord. നമുക്ക് ഒന്നിച്ച് പാടി കർത്താവിനെ ആരാധിക്കണം.
ടെലിഫോണിൽ ധാരാളം പ്രാർത്ഥന വിഷയങ്ങളോട് വന്നുകൊണ്ടേയിരിക്കുന്നു. പ്രതിഭ ചെമ്പുരു 3 മാസമായി തുടർമാനമായി പനിയും ചുമയും ദൈവ സൗഖ്യമാക്കേണ്ടതിന് സിസ്റ്റർ പ്രതിഭ ഇപ്പോൾ നിങ്ങളെ യേശു തൊട്ട് സുഖപ്പെടുത്തും. യേശുവിന്റെ നാമത്തിൽ സമ്പൂർണ്ണ സൗഖ്യം അവിടെ ഉണ്ടാകുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ലൈല മകൻ +2 പരീക്ഷയിൽ പാസ്സാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സന്ദർഭത്തിൽ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ ഉള്ള മാതാപിതാക്കൾ ധാരാളം ഞങ്ങളോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച കുടുംബങ്ങളെ, ആ മക്കളെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ നന്നായിട്ട് പഠിച്ച് നല്ല വിജയം കരസ്ഥമാക്കുവാൻ അവിടുത്തെ കൃപ അവരുടെ മേൽ പകരും. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. സൂസൻ മാരാമ മകൾ ബാംഗ്ലൂരില് ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്നു. ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ബാംഗ്ലൂരിൽ ഇന്റർവ്യൂവിന് പോകുന്ന മകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ എക്സലൻസ് അവളുടെ മേൽ നൽകും. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഉയർച്ചയും നന്മയും ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ. പാസ്റ്റർ സിനു ദയവായി മുമ്പോട്ട് കടന്നു വന്നാട്ടെ. പാസ്റ്റർ ദീപു ദയവായി മുമ്പോട്ട് കടന്നു വന്നാട്ടെ. നമുക്കൊന്നിച്ച് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഹല്ലേലൂയ, ഇതുവരെ പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ശേഷം ഇനി പ്രാർത്ഥിക്കാനുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ച നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഓരോ വിഷയത്തിനു വേണ്ടി ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ നന്മകൾ കൂടി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവേ, ഈ ഓരോ കുടുംബത്തിന്റെ മേലും ഓരോ വ്യക്തികളുടെ മേലും ഓരോ വിഷയത്തിന്റെ മേലും ഇന്ന് പകൽ അങ്ങയുടെ അത്ഭുതകരം നീട്ടുന്നതിനായി, അങ്ങ് സൗഖ്യമാക്കുന്നതിനായി, അങ്ങ് വിടുവിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ അനേകായിരങ്ങൾ വിടുവിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ബിനോയിയുടെ സഹോദരി, ബിനോയ്ക്ക് വിവാഹം നടക്കുവാനും രോഗങ്ങൾ മാറേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് വിവാഹപ്രായമായ അവരുടെ മക്കൾക്ക് വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർ ഇങ്ങോട്ട് ഫോൺ ചെയ്ത് പറയാറുണ്ട്. 24 മണിക്കൂറും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുകൾ ലഭ്യമാണ്. എപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയുക. ഇന്ന് പകൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമായ പ്രിയപ്പെട്ടവർക്ക് തക്ക സമയത്ത് വിവാഹം നടക്കേണ്ടതിന് ഈ പകൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുത മന്ത്രിയെ, വീരനായ ദൈവമേ, സമാധാന പ്രഭുവേ, യേശുവിന്റെ കരം അവരുടെ മേൽ വയ്ക്കുക. തക്ക സമയത്ത് തക്കതായ ജീവിത പങ്കാളികളെ അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ഒരുക്കി കൊടുത്ത് ആ കുടുംബങ്ങളുടെ നിന്നയ, വിജീവിതങ്ങളുടെ നിന്നയ ഇവിടുന്ന് മാറ്റും. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ട്രിവാൻഡ്രത്ത് നിന്ന് മകൾ എഞ്ചിനീയർ കഴിഞ്ഞു ജോലി വേണം. അവരുടെ കുടുംബങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ, ഹല്ലേലൂയ, വിവാഹം കഴിഞ്ഞ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. നമുക്ക് ഒന്നിച്ച് ആ മകളുടെ കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ഈ കുടുംബത്തെ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനത്താൽ അങ്ങ് നിറച്ച് ആ കുടുംബത്തെ മുൻപോട്ട് പരിപാലിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് കർത്താവ് എഞ്ചിനീയർ കഴിഞ്ഞ് നല്ലൊരു ജോലിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. അത്ഭുത വഴികൾ അങ്ങ് തുറന്നാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് ജാൻസി വിളിച്ചിരിക്കുന്നു. മകൾ റിജിയോട് വേണ്ടി ഒന്നിച്ച് നമുക്ക് ആ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മകൾക്ക് തക്കതായ തുണിയെ സ്വർഗത്തിലെ ദൈവം ഒരുക്കി കൊടുക്കാൻ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ഈ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്കതായ തുണയെ അങ്ങ് ഒരുക്കി കൊടുക്കുന്നതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ വിവാഹം നടക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. കേസുകളുടെ മുമ്പിൽ വളരെ വിഷമിക്കുന്നു. ഈ പകൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായി വിടുതൽ സംഭവിക്കട്ടെ. അഭിന്നകൾ ഇവിടുന്ന് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ധാരാളം ഞങ്ങൾക്ക് വരുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് പകൽ ഈ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നറിയത്തില്ല. എങ്കിലും ഉറപ്പായി പറയട്ടെ, ഒരു കൂട്ടം ദൈവമക്കൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ നാളുകളാ, ഇത് വിടുതലിന്റെ നാളുകളാ, ഇത് ഉയർച്ചയുടെ നാളുകളാ, യേശു മാത്രം നൽകുന്ന നിത്യജീവന്റെ നാളുകളായത്. നേഴ്സിംഗ് പാസ്സായി ഓസ്ട്രേലിയയിൽ ജോലി ആഗ്രഹിക്കുന്നു. കുടുംബമായി അവിടെ പോകണം. മിസ്റ്റർ ബേബി പന്തളത്തുനിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുക. ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വഴികൾ അവർക്കായി തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത വഴികൾ അവിടുന്ന് തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ ചില ദിവസങ്ങളായി ഓസ്ട്രേലിയയിൽ നിന്ന്, ന്യൂസിലൻഡിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന്, ഗൾഫിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്
ധാരാളം ആളുകൾ തങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഇവിടെ അറിയിക്കുന്നു. നിങ്ങൾ വിളിക്കുന്നതിന് നന്ദി പറയുന്നു. നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾക്ക് പ്രോത്സാഹനമാണ്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥനയിൽ, ആരാധനയിൽ, ശുശ്രൂഷയിൽ ഒന്നിച്ച് യാത്ര ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പാസ്റ്റർ വിൻസെന്റ് സഹോദരി ശോഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, രക്ഷിക്കപ്പെടണം. പാസ്റ്ററിന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുവാൻ ധാരാളം ദൈവദാസന്മാർ രാജ്യത്തിന് വിവിധ കോണുകളിൽ വിവിധ ഭാഷക്കാരായ 10,000 ശുശ്രൂഷകന്മാരുമായി ഗ്രേസ് ചാപ്പൽ കുടുംബം നേരിട്ടും അല്ലാതെയും ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുടെ ശുശ്രൂഷകൾ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ Father, I bless every man of God, every woman of God in the mighty name of Jesus. May the blessings of God in their lives like never before, Lord. കർത്താവേ, മുമ്പ് ഒരിക്കൽ പോലും അവരനുഭവിച്ചിട്ടില്ലാത്തതുപോലെ ദൈവത്തിന്റെ മഹത്വം നിന്റെ ദാസിദാസന്മാരുടെ മേൽ ഇപ്പോൾ തന്നെ ഇറങ്ങേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ഓ വി സാം കുട്ടിട്ട് ശ്വാസം മുട്ടൽ സംസാരിക്കാൻ സാധിക്കുന്നില്ല. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ടെലിവിഷനിലൂടെ പ്രാർത്ഥിച്ചു. അവർക്ക് സൗഖ്യം ലഭിച്ചു. അതുകൊണ്ടാണ് മിസ്റ്റർ സാങ്കുട്ടി ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. ഓ ഹല്ലേലൂയ. മിസ്റ്റർ സാങ്കുട്ടിക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുക. യേശു അത്ഭുതം നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് സാങ്കുട്ടിക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ശ്വാസമുട്ടൽ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവിക സൗഖ്യം വ്യാപരിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതുപോലെ തന്നെ മേരിക്കുട്ടി കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നു. മകനൊരു വീട് വാങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ പിതാവേ, ഇന്ന് പകൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. ആ കുഞ്ഞിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, മകനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ശുഭമായൊരു ഭാവി ഒരുക്കപ്പെടട്ടെ. അതുപോലെ തന്നെ മേഴ്സി ആമീൻ സ്തോത്രം തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ഭർത്താവിന്റെ വയറ്റിൽ ക്യാൻസർ. ഇന്ന് പകൽ ഡോക്ടേഴ്സ് ഉപേക്ഷിച്ചു. ഇന്ന് പകൽ ദൈവസഭയുടെ പ്രാർത്ഥന ചോദിച്ചിരിക്കുമ്പോൾ എല്ലാവരോടും കരങ്ങളിലേക്ക് നീട്ടി പ്രാർത്ഥിച്ചാട്ട്. ഓരക ശബ്ദരഹസ്യ മഹാപരിശുദ്ധ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്ന അങ്ങയുടെ കരം അവിടെ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങയ്ക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ലല്ലോ. ഇന്ന് പകൽ അവിടെ അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി അത്ഭുത മന്ത്രിയ യേശുവിന്റെ കരം അവിടെ ഇറങ്ങട്ടെ. അതങ്ങനെ സംഭവിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തിരുവല്ല ഇന്ന് അമ്മക്കുട്ടി വിളിച്ചിരിക്കുന്നു. 76 വയസ്സുള്ള കാലിൽ അമ്മയ്ക്ക് തീ പൊള്ളുന്ന വേദന, കാലിൽ പുകച്ചിലുമായിട്ടിരിക്കും. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ പ്രിയ മാതാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ സൗഖ്യം ആ മാതാവിന്റെ മേൽ വ്യാപരിക്കട്ടെ. ആ ശരീരത്തിനെല്ലാം കാലിൽ ദൈവിക കൃപ വ്യാപരിപ്പാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ അതങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കല്ലിശ്ശേരി അന്നമ്മ മുട്ടിന്റെ വേദനയാൽ ഭാരപ്പെടുന്നു. കാലിൽ അതിഭയങ്കരമായ വേദന. പരിശുദ്ധ പിതാവ് പ്രാർത്ഥിക്കുന്ന ഇതേ നിമിഷം തന്നെ പരിപൂർണമായ സൗഖ്യം അവിടെ സംഭവിച്ചിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ നെയ്യാറ്റിൻകരയിൽ അജിത്ത് വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യൂട്രസിൽ മുഴ ഇന്ന് പൽക്കലാം സ്കെയിലിലേക്ക് കരങ്ങൾ വെച്ചാട്ടെ. ഹല്ലേലൂയ. അജിതയ്ക്ക് പരിപൂർണമായ ഒരു സൗഖ്യം ഈ നിമിഷത്തിൽ യേശു തരുന്നു. പരിശുദ്ധനെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അത്ഭുത സൗഖ്യം, അത്ഭുത സൗഖ്യം ഈ പ്രാർത്ഥിച്ചുകൊണ്ടെങ്കിൽ ഇതേ നിമിഷം ആ സഹോദരന് മേൽ ഇറങ്ങട്ടെ. അതവിടെ സംഭവിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സൈമൺ കൊട്ടാരക്കര കുഞ്ഞുമോൻ കുഞ്ഞമ്മ RCCയിൽ പോകുന്നു. റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് പോവുക. ചെക്കപ്പിന് വേണ്ടി റിസൾട്ട് നെഗറ്റീവ് ആകാൻ പ്രാർത്ഥിക്കണം. മിസ്റ്റർ സൈമൺ ഇന്ന് പകൽ യേശുവിന്റെ മുഖത്ത് നോക്കുന്നു എന്ന കാരണത്താൽ തങ്ങൾ വിളിച്ചു പറയപ്പെട്ട ഈ ജീവിതത്തിന് മേൽ യേശുവിന്റെ കരം ഇപ്പോൾ തന്നെ ഇറങ്ങുന്നു. അതോടൊപ്പം ക്യാൻസറിനാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ സമ്പൂർണമായ വിടുതല് ഇപ്പോൾ തന്നെ അവർ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ പ്രയർ ലൈനിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ യേശു അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. യേശു അത്ഭുത മന്ത്രി, യേശു വീരനായ ദൈവമാ. നന്ദിയുള്ള ഹൃദയത്തോടെ അല്പനിമിഷങ്ങളെ പ്രശ്നങ്ങളൊന്ന് മറന്ന് യേശുവിനെ മാത്രം ഒന്ന് ധ്യാനിച്ച് എനിക്കായി കുരിശിൽ മരിച്ചു എന്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ. യേശു എന്നും മതിയായവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും കൈവിടില്ല. ഇല്ല, യേശു നിങ്ങളെ കൈവിടില്ല. ഇല്ല, യേശു നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കില്ല.
കിഡ്നി സംബന്ധമായ രോഗമുള്ള അനേകരെ യേശു സൗഖ്യമാക്കുന്നത് വിശിഷ്യ കാണുവാൻ കഴിയുന്നു. കിഡ്നി സ്റ്റോണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അതിഭയങ്കരമായ വേദനയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പകൽ യേശുവിന്റെ സൗഖ്യം വ്യക്തമായി ഇവിടെ വ്യാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യത്തോട് വ്യാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ സൗഖ്യത്തോട് വ്യാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യത്തോട് വ്യാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിലെ വേദന ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ. മകൻ MCയുടെ 2-3 സബ്ജക്ട്സ് കിട്ടാനുണ്ട്. ജോലിയിൽ ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകം എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കണം. കോട്ടയത്ത് നിന്ന് ഒരു മിസ് അച്ചാമ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ മകന് ഉയർന്ന വിജയം എല്ലാ വിഷയത്തിലും ഉണ്ടാകട്ടെ. യേശു നല്ലവനെന്ന് അവർ പാടുവാൻ അത്ഭുതകരമായ രീതിയിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ പിതാവേ. എറണാകുളത്ത് വിളിച്ചിരിക്കുന്നു. ടൂത്തിന് ഇൻഫെക്ഷൻ, പല്ലിന് അതിഭയങ്കരമായ ഇൻഫെക്ഷൻ ഭാരപ്പെടും. യേശുവിന്റെ നാമത്തിൽ ആ വായിൽ സൗഖ്യം വ്യാപിക്കട്ടെ. ആ ഇൻഫെക്ഷൻ മാറട്ടെ. പൂർണ്ണ സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ഓ ഹല്ലേലൂയ, ഗ്ലോറി ടു ദി ലോർഡ്. മകളുടെ എഞ്ചിനീയറിംഗിന്റെ റിസൾട്ട് ഇന്ന് വരും. ഷേർലി എടത്തുവായിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. പ്രാർത്ഥിക്കാം. യേശു ഉയർന്ന വിജയം തന്നെ നൽകുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ഒരു വിജയം ആ മകൾക്ക് ഉണ്ടാകുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ കലാപങ്ങൾ നിമിത്തം ധാരാളം ആളുകൾ അതിഭയങ്കരമായ വേദനയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. Many are in tears, many are in terror, many are living in terrible situations. അനേകർ ദുസ്സഹമായ സാഹചര്യത്തിലും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ സമാധാനം അവിടെ ഇറങ്ങേണ്ടത് നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കും. ഇന്നത്തെ പത്രങ്ങളുടെ വാർത്ത, സിറിയയിൽ പോരാട്ടത്തിൽ 100 സൈനികർ മരിച്ചു. സൈനികർ മരിച്ചാലും ആളുകൾ മരിച്ചാലും ഇതെല്ലാം മനുഷ്യരാ. ആരെയും സൂചി കൊണ്ട് കുത്തിയാലും എല്ലാവർക്കും നോക്കും. അവരാരും ഇനി മരിക്കണ്ട. സൈനികരാകട്ടെ, വിമതരാകട്ടെ, ആരുമാകട്ടെ, മരണം വേണ്ട, ജീവൻ ഉണ്ടാകട്ടെ. യേശുവിന്റെ സ്വസ്ഥതയോടെ ഉണ്ടാകട്ടെ. ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ രാജ്യങ്ങൾ ദൈവിക സമാധാനം ഉണ്ടാക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. ബഹ്റിനിൽ അതിഭയങ്കരമായ കലാപം നിമിത്തം ഒരാള് മരിച്ചു. മറ്റു പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇന്നത്തെ പത്രവാർത്തയിൽ പ്രധാനമായിട്ടും അത് വന്നിട്ടുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ആ ക്ലേശങ്ങൾ ഇവിടുന്ന് മാറട്ടെ. ആ രാജ്യത്ത് സമാധാനമുണ്ടാകട്ടെ. സമാധാനം സ്വസ്ഥതയും ഇവിടെ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഏഷ്യയിലെ രാജ്യങ്ങളെ നമ്മൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് യൂറോപ്പിലെ രാജ്യങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക മുതലായ രാജ്യങ്ങളുള്ള എല്ലാ രാജ്യങ്ങളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഓസ്ട്രേലിയ, മറ്റ് രാജ്യങ്ങൾ, ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് പകൽ ഇന്ത്യയെ ഞങ്ങൾ ഒരിക്കൽ കൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ. താങ്ക് യു ലോർഡ്. ഈ കുറച്ച് ദിവസങ്ങളായി ഇവിടേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പ്രാർത്ഥനാ വിഷയങ്ങൾ, ഇവിടെ പ്രാർത്ഥനാ വിഷയം എഴുതുന്നതിന് മുമ്പായി ആ വിളിക്കുന്നവരുടെ പേരും വിവരങ്ങളും ഇവിടെ എഴുതി വെച്ചതിന് ശേഷം മാത്രമേ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ എഴുതി വെക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ചെയിൻ പ്രയറിൽ ഈ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അത്ഭുതത്തിന്റെ വിടുതലുകൾ. ഓ ഹല്ലേലൂയ. അനേകരുടെ വിടുതലുകളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ യേശുവിന് വലുതാകയാൽ അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് നിങ്ങളുടെ വിഷയങ്ങൾ വലുത് തന്നെയാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾ എഴുതുക. ദൈവത്തിന്റെ വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു. 2 പേർ ഭൂമിയിൽ ഐകമത്യപ്പെട്ട് യേശുവിനോട് ചോദിക്കുന്നതൊക്കെ യേശു നൽകി തരാമെന്ന് പറഞ്ഞെങ്കിൽ ഈ പകൽ യേശു അത്ഭുത മന്ത്രി. ഇന്ന് പകൽ കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞതായ ഈ പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആദാതു വിഷയങ്ങളുടെ മേല്, ആദാതു വ്യക്തികളുടെ മേല് യേശുവിന്റെ കരം ഇപ്പോൾ തന്നെ വെക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ
തമ്പി എറണാകുളം ജപ്തി നടപടിയിലൂടെ കടന്നു പോകുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മായ കാലിക്കട്ട് അഭിനന്ദനം അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നൂറുകണക്കിന് ജീവിതങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ഇന്ന് പകൽ അങ്ങയുടെ കരം അവരുടെ മേൽ ഇറങ്ങേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, യേശുവിന്റെ ധന്യമേറിയ നാമത്തിൽ. ഓ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളുമായി പ്രിയപ്പെട്ടവരുടെ മരണം നിമിത്തം വിലപിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സംസ്ഥാനത്തിലുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളുണ്ട്, മറ്റു രാജ്യങ്ങളുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിന്റെ സമാധാനം ഇപ്പോൾ തന്നെ അവരുടെ മേൽ ഇറങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. വളരെ ഇമ്പോർട്ടന്റ്, മാത്യു തിരുവല്ലയിൽ നിന്ന് കിഡ്നി ഫെയിലിയറായി, ഹല്ലേലൂയ, കിഡ്നി ഫെയിലിയറായതിനെ ജീവിപ്പിക്കുന്ന യേശുവിന്റെ കരം ഇപ്പോൾ തന്നെ അവിടെ വ്യാപിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുത കരം അവിടെ ഇറങ്ങട്ടെ. യേശുവിന്റെ ജീവൻ അവിടെ വ്യാപിക്കട്ടെ. പുതിയ കിഡ്നികൾ യേശുവിന്റെ നാമത്തിൽ ആ ശരീരത്തിൽ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ സമയമനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ശുശ്രൂഷയിൽ ഇനി പങ്കെടുക്കാം. യൂട്യൂബില് ഇറ്റ്സ് അവർ ടൈം TV എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ, ആ സൈറ്റിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലെ ശുശ്രൂഷയിലും ഇന്നത്തേതിലും നമുക്ക് പങ്കെടുക്കാൻ സാധിക്കും. ഗൂഗിളിൽ പ്രേയിങ് കേരള എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇന്നലെ വരെയുള്ളത് ഇപ്പോൾ നമുക്ക് ലഭിക്കും. ഇന്ന് രാവിലത്തെ ശുശ്രൂഷ അടുത്ത 2 മണിക്കൂറിന് ശേഷം ഗൂഗിളിൽ എത്തുന്നതായിരിക്കും. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ആളുകൾ അവരുടെ സൗകര്യമനുസരിച്ച് ഈ ശുശ്രൂഷ കണ്ട് ജീവിതത്തിൽ വിടുതൽ പ്രാപിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയുക. ബ്രദർ തോമസ് അമേരിക്കയിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് റിക്കവറി ആയിട്ടില്ല. മെറിയം കിഡ്നി പ്രോബ്ലത്താൽ ഭാരപ്പെടുന്നു. ഹല്ലേലൂയ, ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ സമ്പൂർണമായ സൗഖ്യം ഇപ്പോൾ അവിടെ വ്യാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. പിതാവേ, 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് നിങ്ങളുടെ പാട്ടിനെ യേശു മാറ്റുന്നു. നന്ദിയുള്ള ഹൃദയത്തെ കർത്താവ് തരുന്നു. പുതിയ ഹൃദയത്തെ കർത്താവ് നൽകി തരുന്നു. ഓ, പുതിയ ആരാധന ദൈവം നൽകി തരുന്നു. പ്രതീഷ് ചെമ്പൂരിൽ നിന്ന് ബോംബെ ആത്മീയ ഉയർച്ചയും ജോലിയും വേണം. അനിയന്റെ മദ്യപാനം മാറണം. ബോംബെയിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ധാരാളം മലയാളികളും അല്ലാത്ത ഭാഷക്കാരുമുണ്ട്. പ്രാർത്ഥനയില്, ആരാധനയില്, in prayer and faith there are many joining with us from Bombay area, Maharashtra region. യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ഞങ്ങൾ പ്രതീക്ഷ പ്രാർത്ഥിക്കുന്നു. ഉയർന്ന ജോലി ലഭിക്കട്ടെ. അനിയന്റെ മദ്യപാന ഘടത്തിൽ നിന്ന് അവന് സൗഖ്യമുണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. പിതാവേ, മിസ്റ്റർ വർഗീസ് പത്തനംതിട്ടയിൽ വിളിച്ചു പറഞ്ഞത് വത്സമ്മയ്ക്ക് ഹാർട്ടിന് വാൽവിന് ലീക്കേജ്, പനിയും ചുമയും മാറണം, ഒരു വീട് വാങ്ങണം. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തി അവിടെ ഉണ്ടാക്കുമാറാകട്ടെ. ഹാർവസ്റ്റ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. ഹാർവസ്റ്റ് ജീവിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗ്രേസ് ചാപ്പൽ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുമായി നേരിട്ടും അല്ലാതെയോ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ശുശ്രൂഷയിലായിരിക്കുന്നവർക്കായി